ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ബിരിയാണിയാണ്. നല്ല അടിപൊളി മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സാധാരണ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കനെ 8 പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കാറുള്ളത്. എന്നാലും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് 15-16 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് 11 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. പിന്നെ നമുക്ക് ചിക്കനിൽ പിടിക്കാൻ ആവശ്യമായിട്ട് അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും പുരട്ടി വയ്ക്കാം. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഉപ്പും നാരങ്ങയൊക്കെ ചിക്കനിൽ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ബിരിയാണിയിലേക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് മുളക് പൊടിയുടെ എരിവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അരി കഴുകിയെടുക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ചെറിയ ടൈപ്പിലുള്ള അരിയാണ് എടുക്കുന്നത്. ഇതിന് കയമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയും. ഞാനിവിടെ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം കളയാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ബിരിയാണി മസാല തയ്യാറാക്കി എടുക്കാം. ഇതിന് പ്രധാനമായിട്ട് വേണ്ട ചേരുവകള് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകമാണ്. അപ്പോൾ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും 1 ടേബിൾ സ്പൂൺ വെച്ചെടുക്കാം. പെരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ എടുക്കണം. ഈ ചേരുവകൾ നിർബന്ധമായിട്ട് ചേർക്കേണ്ടതാണ്. അടുത്തതിൽ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കഴിയുന്നതും എല്ലാം ചേർക്കണം, എന്നാലാണ് ബിരിയാണി മസാലയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ജാതിക്ക, പിന്നെ ഒരു കഷ്ണം ജാതിപത്രി, ഒരു തക്കോലത്തിന്റെ പകുതി, ഒരു ചെറിയ ബേ ലീഫ്, പിന്നെ 1/4 ടീസ്പൂൺ കശകശ. ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ ചേരുവകളൊന്നും കൂടുതലാവരുത്. ഏതെങ്കിലും ഒന്ന് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും. ഇതെല്ലാം കൂടെ ഫ്രൈ പാനിലേക്ക് ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എപ്പോഴും ബിരിയാണി മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാകും. അല്ലെങ്കിൽ കഴിയുന്നതും കുറച്ച് പൊടിച്ച് വെച്ചിട്ട് 2-3 മാസത്തിന്റെ ഉള്ളിൽ ഉപയോഗിക്കാനായിട്ട് നോക്കണം. കൂടുതൽ ഇരിക്കും തോറും അതിന്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒന്ന് കുറയും. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് മസാലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്താൽ മതി. ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ ബിരിയാണിയുടെ സ്പെഷ്യൽ ചേരുവയായ ബിസ്ത തയ്യാറാക്കാം. ഇത് സവാള നൈസായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേരാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കണം. സവാള വറുത്തെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഓയിൽ വേണം, എന്നാലേ അത് ശരിക്കും ഫ്രൈ ആയിട്ട് വരുള്ളൂ. പിന്നെ ഇത് നെയ്യിൽ ചെയ്തെടുക്കുന്നതാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഒരുപാട് നെയ്യ് വേണ്ടി വരും. അതുകൊണ്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ എണ്ണയിൽ ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് മാറ്റി വെക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ ഉണക്കമുന്തിരിയും ചേർത്താൽ മതി. മുന്തിരി നന്നായിട്ട് വീർത്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് തന്നെ ആയിരിക്കണം. പിന്നെ സവാള എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കരുത്. 2-3 ബാച്ചായിട്ട് ചേർത്താൽ മതി. എന്നാൽ അത് ശരിക്കും പൊരിഞ്ഞു കിട്ടുള്ളൂ. ഇതിന്റെ കളറ് മാറി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ വേഗം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് പുറത്തെടുത്താലും കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് കളറ് മാറും. സവാള കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഉപയോഗിക്കാതെ നിൽക്കണം, അല്ലെങ്കിൽ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാതെ കരിഞ്ഞത് ഉപയോഗിക്കരുത്, ടേസ്റ്റ് വ്യത്യാസം വരും, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബിസ്തയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ ചിക്കൻ മസാലയ്ക്ക് വേണ്ട ചേരുവകൾ തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 10 പച്ചമുളക് ചതച്ചതും എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുക്കണം. പിന്നെ 5 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ബിരിയാണി മസാലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇത്രയാണ് വേണ്ടത്. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. എന്നാലും കളറ് മാറി ബ്രൗൺ കളറിലേക്കൊന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ, വഴറ്റുമ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. സവാളയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മസാല അനുസരിച്ചിട്ട് എടുക്കാം. ചിലർക്ക് ബിരിയാണിയിൽ നല്ല മസാല വേണ്ടി വരും, ചിലർക്ക് കുറവ് മതി. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ടോ കുറവായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം ഒരു മസാലയ്ക്ക് 5 സവാള വേണ്ടി വരും. നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും വഴറ്റി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. തക്കാളിയും നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ തീ കുറച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളിയും വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇങ്ങനെ റെഡിയാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർക്കാം. നമ്മളിത് ഇപ്പോൾ വറുത്ത് പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് കുറേ സമയം ചേർത്ത് വഴറ്റിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മസാലയായിട്ട് യോജിപ്പിച്ചാൽ മതി. പാക്കറ്റിലുള്ള ബിരിയാണി മസാലപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സമയം ചെറിയ തീയിൽ എണ്ണയിലൊന്ന് വഴറ്റണം, എന്നാലേ ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുള്ളൂ. ഇതും വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും മസാലയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവണം. 2-3 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ അല്പം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉള്ളി വഴറ്റുമ്പോഴും അല്പം ഉപ്പ് ചേർത്തു. ഇനി നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണ് മല്ലിയില അരിഞ്ഞതും 1 സ്പൂണ് പുതിനയില അരിഞ്ഞതും ചേർക്കാം. എനിക്ക് ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർക്കാറില്ല. ശരിക്കും നിങ്ങളൊരു 3 സ്പൂൺ അളവിൽ മല്ലിയിലയും ഒരു 2 സ്പൂൺ അളവിൽ പുതിനയിലയും ചേർത്തോളൂ. പിന്നെ 1/4 കപ്പ് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചിക്കൻ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അടുപ്പിൽ ചോറ് റെഡിയാവാനും വെക്കാം. അപ്പൊ ചോറ് ശരിയായി വരുമ്പോഴത്തേക്ക് ചിക്കനും ശരിയായിട്ടുണ്ടാകും. ഈ ചോറിലേക്കും സ്പൈസസിന്റെ ചെറിയൊരു ഫ്ലേവർ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് അരിയാണ്. അതിന് വേണ്ടിയിട്ട് 3 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ, പകുതി തക്കോലം, 2 നുള്ള് സാജീരകം, 2 നുള്ള് പെരിഞ്ജീരകം, പിന്നെ ഒരു വലിയ ബേ ലീഫിന്റെ പകുതി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ച് ചേർക്കുന്നതല്ല, വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ 4 കപ്പ് അരിക്ക് ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പൈസസ് ആവശ്യമുണ്ട്. പിന്നെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിന്റെ നല്ലൊരു സ്മെല്ല് വരുമ്പം ഇതിലേക്ക് വെള്ളം ചേർക്കാം. 6 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഓരോ അരിക്കനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ എങ്ങനെയായാലും നിങ്ങൾ അരി ഫുള്ള് കുക്കാവാനുള്ള വെള്ളം ഒഴിക്കരുത്. ഈ അരി നമുക്കൊരു 80% കുക്കായാൽ മതി. പിന്നെ ദം ചെയ്തും കൂടി കഴിയുമ്പോഴാണ് ചോറ് പാകത്തിനാവുക. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പം ഒരിത്തിരി കൂടുതലായിട്ടുള്ളതുപോലെ തോന്നണം, എന്നാലാണ് അരിക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. നിങ്ങൾ വലിയ അളവിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം ഒരു 1/4 കപ്പ് അരി എടുത്തിട്ട് അതിന് എത്ര വെള്ളം വേണ്ടി വരുന്ന നോക്കുക. എന്നിട്ട് അതിന്റെ ഒരു 80% എടുത്താൽ മതി. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചോറിന്റെ വേവാണ്. കാരണം അരി എങ്ങാനും കൂടുതൽ കുക്കായിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറും. ആ സ്പൈസസിന്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ ചോറിൽ കിട്ടില്ല. ചോറും ആകെ കുഴഞ്ഞതുപോലെ ഇരിക്കും. അപ്പൊ വേവ് പാകത്തിനാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കഴുകി വെള്ളം തോർത്തി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ആവി പുറത്തു പോകാത്ത രീതിയിലുള്ള അടപ്പ് കൊണ്ട് മൂടണം. 5 മിനിറ്റ് ആവുമ്പോൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെക്കണം. 8-10 മിനിറ്റിൽ തന്നെ നമ്മുടെ ചോറ് റെഡിയായിട്ട് കിട്ടും. ചൂടുള്ള അരി ഒരുപാട് ഇളക്കിയിടരുത്. ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ മൂടി വെച്ച ചിക്കൻ അതിന്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുക്കായി തുടങ്ങിയിട്ടുണ്ടാകും. ചെറിയ തീയിൽ വെക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലേക്ക് ശരിക്കും മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇങ്ങനെ ചിക്കൻ ഒരു 1/4 വേവാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് ഒന്ന് പൊടിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ സമയത്ത് ചേർക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം.
ഒരു സ്വല്പം മല്ലിയില പുതിനയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. ഇങ്ങനെ ലാസ്റ്റ് സ്വല്പം ഗരം മസാലപ്പൊടിയും ഇലയും ചേർക്കുമ്പോൾ അതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ചിക്കന് തോന്നാറുണ്ട്. ഓപ്ഷണലായിട്ട് ചേർത്താൽ മതി. എന്തായാലും ബിസ്ത ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഇതിന്റെ മസാല തയ്യാറാക്കുമ്പോൾ ചിക്കൻ മുഴുവനായിട്ട് വെന്ത് ഉടയാത്ത രീതിയിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ മസാല ഡ്രൈ ആയി പോകരുത്. ചെറിയൊരു വെള്ളത്തിന്റെ അംശം അതിൽ വേണം. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ദം ചെയ്യുമ്പോൾ അതിന്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്ക് ചിക്കൻ മസാല നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ 2-3 സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. എന്നിട്ട് ദം ചെയ്താൽ മതി. ഞാനിപ്പോ ചിക്കൻ റെഡിയാക്കിയ ഈ പാത്രത്തിൽ തന്നെ ദം ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അടിയിൽ മസാല നിരത്തിയിടണം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവാള വെതറിയിടാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും, പിന്നെ അല്പം പുതിന ഇലയും മല്ലി ഇലയും വെതറി കൊടുക്കാം. ഇത്തിരി ഗരം മസാല പൊടിയും ഇതിലേക്ക് വെതറിയിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചൂടുള്ള ചോറ് നിരത്തിയിടാം. ചോറിന്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ കുറച്ച് സവാള വെതറിയിടണം. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി വെതറി കൊടുക്കാം. മല്ലിയില പുതിന ഇല ചേർക്കണം. പിന്നെ അല്പം നെയ്യ് ചേർക്കാം. ഗരം മസാല പൊടിയും വെതറിയിട്ട് കൊടുക്കാം. സ്വല്പം മതി. മഞ്ഞൾപ്പൊടി ചേർത്ത പാലും ചേർത്ത് കൊടുക്കാം. ഇത് ഇടയ്ക്ക് ചില ചോറിന് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാകും. മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ ചേർത്ത പാലെടുത്താൽ മതി. പാലില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലും കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. കുറച്ച് ചോറ് നിരത്തിയിടുക. പിന്നെ ബിസ്ത, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, മഞ്ഞൾപ്പാല്, നെയ്യ്, ഗരം മസാലപ്പൊടി, മല്ലിയില, പുതിന ഇല ഇത്രയും വെതറി കൊടുക്കുക. അങ്ങനെ 2-3 ലെയറായിട്ട് മുഴുവൻ ചോറും നിരത്തിയെടുക്കണം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യാം. അത് ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വലിയ ബിരിയാണി ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദ കുഴച്ചിട്ട് ഒട്ടിക്കാറുണ്ട്. ചോറും ചിക്കനും ഒക്കെ പകുതിയെ വേവിക്കുള്ളൂ. എന്നിട്ട് താഴെയും മുകളിലും ഒക്കെ കനലിട്ടിട്ടാണ് ദം ചെയ്തെടുക്കുക. വീട്ടിൽ ചെറിയ അളവിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ അതേ ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കനമുള്ളൊരു തട്ടും കൂടെ വെച്ചിട്ടുണ്ട്, നല്ല പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെക്കാം. തീ കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടിയിട്ടുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ചിക്കനും ചോറും ഒക്കെ പാകത്തിന് വെന്ത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. ഇത് തുറക്കുമ്പോൾ നല്ല ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും. വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവും ബിരിയാണി റെഡി ആയിട്ടുണ്ടെന്ന്. ഞാനിത് റെഡി ആയാൽ റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റാറുണ്ട്. എന്നിട്ട് മസാല ഇതിൽ തന്നെ വെക്കും. വിളമ്പുമ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ട് വിളമ്പും. അങ്ങനെയാണ് ചെയ്യാറ്. ഒരു പ്ലേറ്റിലേക്ക് 1 സ്പൂണ് ചോറ് എടുക്കാം. ഇതിലേക്ക് ഒരു ചിക്കൻ പീസും മസാലയും വെക്കാം. പിന്നെ ആവശ്യമുള്ള റൈസും കൂടി ചേർത്ത് ഒന്ന് നിരപ്പാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്